ഞാൻ നീലകണ്ഠൻ. കാണാൻ പാടില്ലാത്തതേ കാണൂ, കേൾക്കാൻ പാടില്ലാത്തതേ കേൾക്കൂ. അതാണ് ശീലം. അയ്യോ 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 യോ വന്നില്ലേ പ്രമോദേ? എവിടാ നീ സ്കിറ്റ് തുടങ്ങിയടാ പ്രമോദേ? എവിടെ വരുന്നടാ? നീ അല്ലേ പറഞ്ഞ സ്കിറ്റിൽ ഒടുവിലായിട്ട് വരാൻ? എടാ സ്കിറ്റിന്റെ ഒടുവിൽ വരാനല്ല പറഞ്ഞത്, സ്കിറ്റിൽ ഒടുവിൽ കൃഷ്ണനായിട്ട് വരാനാ പറഞ്ഞത്. അതായിരുന്നാ? എന്നാ പിടിച്ചോ. എടാ അത് ലാലു ലക്സ്. അത് ഷാരൂഖ് ഖാൻ. എടാ ഇതുപോലൊരു ടോൺ ഉണ്ടായിരുന്നല്ലോ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. അതറിയെങ്കിൽ പിന്നെ ചാരാത്ത മോഹൻലാലിന്റെ വേഷം കിട്ടി ഞാൻ ഇവിടെ വന്നിരിക്കുവായിരുന്നു. വന്നല്ലോ ഒരു തണ്ടി. വാടോ എന്റെ അടുത്തേക്ക്. ഇല്ല, അവിടെ വന്ന് ആ കാഴ്ച കാണാൻ എനിക്ക് വയ്യടോ. എടാ നാറ്, ഇത്രയും നേരം വന്ന് നിന്നിട്ട് നാട്ടുകാർ മൊത്തം കണ്ട് ഒരു വാക്ക് നേരത്തെ പറയടാ. ഞാൻ ഡയലോഗ് പറഞ്ഞടാ. വന്നല്ലോ ഒരു തണ്ടി. എവിടെടോ തന്റെ വന്ദേ ഭാരത്? വന്ദേ ഭാരത് എന്റെ അല്ല, ഇന്ത്യൻ റെയിൽവേയുടെ അല്ലേ? എടോ അതിനോടോ തന്റെ ഒരു പാട്ടുണ്ടല്ലോ, അത് വന്ദേ മുകുന്ദഹരേ. അത് പഠിക്കേ. അല്ല, അതിന് റൈറ്റ് ഇല്ല. അതുകൊണ്ട് ഞാൻ എമ്പുരാനിലെ പാട്ടുമായിട്ടാ വന്നേക്കണേ. എമ്പുരാനിലെ പാട്ട് എനിക്കറിയോ? ഇൻട്രോ. എന്നാ പിന്നെ ഒന്ന് പഠിക്കട്ടെ. പൃഥ്വിരാജ് വരെ ഞെട്ടും. എന്നാ ഞെട്ടിക്കോട്ടെ, പാട്ട് പിടിച്ചോളൂ. പ്രഭാതമാം തൃക്കണിയേകിയാലും പ്രസാദമാം പൊന്നൊളി തൂകിയാലും. ഇതിലെവിടെയാണോ എമ്പുരാൻ? പുറകെ പറഞ്ഞിട്ടുണ്ട്, ഇയാള് കേട്ടോളൂ. വിളിപ്പുറത്ത് അങ്ങനെ തനിക്കറിയല്ലോ, ഞാൻ നീലകണ്ഠൻ. നെടുമ്പാശ്ശേരി നീലകണ്ഠൻ. നെടുമ്പാശ്ശേരിയോ? അല്ലെ താമരശ്ശേരി. താമരശ്ശേരിയോ? വരിക്കാശ്ശേരി. എടോ അത് ഷൂട്ട് നടന്ന സ്ഥലം. എന്റെ വീട്ടിന്റെ പേര് അത് മംഗലശ്ശേരി. മംഗലശ്ശേരി നീലകണ്ഠൻ. അസുരന്റെ വീര്യവും ദേവകലയുടെ പുണ്ണും. അല്ല പുണ്യവും കസ്തൂരി മഞ്ഞളുടെ കാന്തിയും കറ്റാറവാഴയുടെ സൗഗന്ധ്യവും. ഇത് ഏത് സോപ്പിന്റെ പരസ്യമാണ്? ഇതെല്ലാം ചേർന്ന ഒരു വിചിത്ര ജീവി. അവസാനം പറഞ്ഞത് മാത്രം ശരിയായി. തനിക്കറിയല്ലോ, ഞാൻ ഈ കൊമ്പനെ നെറ്റിപ്പട്ടം കൊണ്ട് നടന്നതുപോലെ ഒരു സാധനം ഉണ്ടായിരുന്നു. എന്താ അത്? മംഗലശ്ശേരി മാധവ് മേനോൻ. അത് ഏതാനയാ? മംഗലശ്ശേരി മാധവനാന? ആനയല്ല, അച്ഛന്റെ പേരാണ് മാധവ് മേനോൻ. പക്ഷേ അമ്മ പറഞ്ഞു മാധവ് മേനോൻ എന്റെ അച്ഛനല്ലാന്ന്. അമ്മ വേറെ ആരുടെങ്കിലും പേര് പറഞ്ഞോ? ഇല്ല. ഞാൻ രക്ഷപ്പെട്ടു. ഒന്നുമില്ല, ഈ പുറത്ത് ഷെഡി കിടന്ന കാറ് കാണാനില്ല. പുറത്ത് ഷെഡ് ഇട്ടോണ്ട് നടക്കാൻ എന്റെ കാർ എന്താ സൂപ്പർമാനെ? എടോ അതല്ല, പുറത്ത് ഷെഡിലുണ്ടായിരുന്ന കാറ് കാണാനില്ല. അത്രേ. തനിക്കറിയല്ലോ, അച്ഛനെ തെറി വിളിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ ആ കാറിനെ ചെന്ന് തെറി വിളിക്കാറാണ് പതിവ്. എന്നിട്ട് എന്തായി? അതും ഒരു മനുഷ്യജീവിയല്ലേ അളിയാ? എത്രയെന്ന് പറഞ്ഞ് കേൾക്കും. കുറെ കേട്ട് മടുത്തപ്പോ തനിയെ സ്റ്റാർട്ട് ചെയ്ത് എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. കഷ്ടായി പോയി. ഉപദേശം കൊള്ളാൻ പറഞ്ഞ സാറേ. ലൂസിഫർ. അപ്പൊ മറ്റേതാണല്ലോ. ഞാൻ പല്ലിശ്ശേരി. ഏത് ലിജോ ജോസ് പല്ലിശ്ശേരിയാ? അല്ല, എന്റെ മറ്റേ വീട്ടിൽ മംഗലശ്ശേരി. മംഗലശ്ശേരി. കാണാൻ പാടില്ലാത്തതേ കാണൂ, കേൾക്കാൻ പാടില്ലാത്തതേ കേൾക്കൂ. ഒരു മിനിറ്റ്, കോൾ വരണം. മംഗലശ്ശേരി നീലകണ്ഠൻ. എടാ നീലകണ്ഠ, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ ഭാര്യ കുളിക്കുന്നിടത്ത് വന്ന് ഒളിച്ചു നോക്കരുതെന്ന്. ഇനി മേലിൽ നീ അത് ആവർത്തിച്ചാൽ നിന്റെ കാറ് ഞാൻ കത്തിക്കും, നിന്റെ കാല് ഞാൻ വെട്ടും, കേട്ടോടാ. ഓക്കെ, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. എന്താ നീല പ്രശ്നം? കാണാൻ പാടില്ലാത്തത് കണ്ടു, അതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്ത കുറെ സാധനങ്ങൾ കേട്ടു. അതാണല്ലോ ശീലവും. താനിപ്പോ എന്തിനാ ഇവിടെ വന്നേ? അല്ല, ഒന്നാം തീയതി ആയിട്ട് സാധനം കിട്ടാൻ തരയില്ലേ? അപ്പോ ഇവിടെ ആവുമ്പോ നല്ല നാടൻ വാറ്റുണ്ടാവൂലോ? അതെ, നാടൻ വാറ്റും കരിക്കിൻ വെള്ളവും ബെസ്റ്റാ. എന്റെ അച്ഛനും ഇത് തന്നെയായിരുന്നു ശീലം. നല്ല തെങ്ങിനെ കരിക്ക് വെട്ടി അടിക്കുമായിരുന്നേ. എന്നിട്ട് അവസാനം അടിച്ചടിച്ച് അച്ഛൻ പോയപ്പോ അച്ഛന് വേണ്ടി വെച്ച തെങ്ങിനെ കരിക്ക് വെട്ടിയായി എന്റെ അടിക്കും. അപ്പോ വാറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞു. വാറ്റ് വേണമെങ്കിൽ താൻ ജീപ്പേ വരണം. ഓക്കെ. എവിടെ പോകുന്നു? താനല്ലേ പറഞ്ഞ ജീപ്പ് എടുത്ത് വരാൻ. എടാ കിഴങ്ങ, ജീപ്പിൽ വരാനല്ല പറഞ്ഞത്. പിന്നെ ജീപേ ഗൂഗിൾ പേയിൽ പൈസ വരണം. അയ്യോ, കാശായിട്ട് തരില്ലല്ലോ. ഇല്ലെങ്കിൽ പിന്നെ സാധനം തരാനും നിർവാഹമില്ല. എന്താ നീല ഭീഷണിയാണോ? എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരന്മാരെ പോലെ സ്ഥലം മാറ്റിക്കളയുന്നല്ല, കൊന്നുകളയെന്നാണ്. ഇവിടെ ചോദിച്ചാൽ മതി. ഈടാ രണ്ടുപേര് കളിക്കുന്ന സ്കിറ്റിൽ ഞാൻ ഇനി മൂന്നാമത് ആരടുത്ത് പോയി ചോദിച്ചുകൂടാ. 3 ദിവസം നിർത്തി പാടുള്ള ഡയലോഗ് പഠിക്കും. എന്നാൽ ക്യാഷായിട്ട് തരയില്ല. പക്ഷെ പൊന്നുപോലെ ഞാൻ കൊണ്ടുനടക്കുന്ന ഒരു സാധനം ഉണ്ട്. എന്ത്? അതെടുത്തിട്ട് എനിക്ക് വാറ്റ് തരണം നീല, പ്ലീസ്. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. എന്താടോ ഇത്? ഉടുക്ക്. ഇത് ഉടുക്കയല്ലേ, ഇത് ഇടക്കയല്ലേ? അതല്ല, നിന്റെ മുണ്ടർത്തുറ. ഇത് എന്ത് പരിപാടിയെന്ന് ആലോചിച്ചോ. നാട്ടുകാർ മൊത്തം ഇപ്പൊ എന്റെ പൊത്ത നിക്കറ കണ്ടേ. ഇതങ്ങോട്ട് സ്വീകരിച്ചാലും ഇതെനിക്കെന്തിന്? ഇത് വെച്ചങ്ങോട്ട് പൊരിക്കുക. ഇത് ഞാൻ പൊരിച്ച് തിന്നിട്ട് വേണം ഇത് തൊണ്ടയെ കുടുങ്ങി ഞാൻ ചാവാൻ. ഇത് വെച്ചങ്ങോട്ട് പൊളിക്കാൻ. അത് ഞാൻ ഇങ്ങോട്ട് തല്ലി പൊളിക്കാനല്ല നോം ഉദ്ദേശിച്ചത്. പിന്നെ ഈടോ ഇത് അങ്ങോട്ട് വായിക്കുക.
ഇതിൽ എവിടെ എഴുതിയിരിക്കണേ? അയ്യോ, ഇങ്ങനെ ഞാൻ എന്താ ചെയ്യാ? സകലകല വല്ലഭൻ മുടിച്ചൂടാ മന്നനാത്രേ. എന്നാലും നീല കൂത്തമ്പലത്തിന്റെ പണി കഴിഞ്ഞു എന്ന് കേട്ടല്ലോ. കൂത്തമ്പലത്തിന്റെ പണി കഴിഞ്ഞു. ഉദ്ഘാടനത്തിന് എനിക്കൊരു ആട്ടക്കാരിയെ വേണം. ആട്ടക്കാരിയെ ഞാൻ കൊണ്ടുവരും. അവള് വരാണ്ട് എനിക്ക് ഉറപ്പില്ല. പക്ഷേ കരക്കമ്പി അങ്ങനെയല്ലല്ലോ. ആ. ആട്ടക്കാരി വന്നു കഴിഞ്ഞാലാണ് തനിക്ക് ഉറപ്പില്ല എന്നുള്ളത്. അങ്ങനെയല്ല, അപ്പുമാഷിന്റെ ഒരു മോളുണ്ടേ ഭാനുമതി. എന്നാ പിന്നെ അത് മതി. ആ, ഈ ഭാനുമതി എന്ന് കേൾക്കുമ്പോ നിനക്കെന്താ ഒരു ഭാനുമതിയോടല്ല, ആ. ഭാനുമതിക്ക് വേണ്ടി പാട്ട് പാടാൻ വരുന്ന ഒരു തടിച്ച ഉണ്ടക്കണ്ണി ഉണ്ടല്ലോ, അതാരാ? അവരോടാ എനിക്കൊരു ചെറിയ ക്രഷ്. കിട്ടണില്ലല്ലോ. കിട്ടണില്ലേ? ഇല്ല. ദാ നോക്കൂ, നീല മാറിപ്പോയി. ഇതാ നോക്കൂ. ഈ കുട്ടിയല്ലേ? അതെ. ഈ കൃഷ്ണനെ ഞാൻ ഈ മുഴവിൽ മനോർമയിലെ കിടിലം പരിപാടിയില്ലേ അതിലേക്ക് കയറ്റി വിട്ടത് ഈ ഞാനാ. അങ്ങനെയാണെങ്കിൽ താനൊരു ഉപകാരം ചെയ്യണം. എന്താണോ? നമ്മുടെ കുഞ്ഞനന്ദന്റെ മകനെ കൂടെ കിടിലം പരിപാടിയിൽ കൊണ്ടുപോകണം. ആ 5 വയസ്സുള്ള കൊച്ചുകുട്ടിയല്ലേ? ആ. ആ ചെക്കൻ എന്താണാവോ കഴിവ്? അവൻ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മൂത്രം കൊണ്ട് മതിൽ അവന്റെ പേരെഴുതും. ആ, അസലായി. ആ. നീലൻ അറിഞ്ഞോ ആവോ? ഇക്കൊല്ലം മുണ്ടക്കലെ ഉത്സവം നടക്കുന്നത് ശേഖരനാത്രേ. മുണ്ടക്കയിലെ ഉത്സവം ശേഖരൻ നടത്തട്ടെ. എന്നെ അയ്യോ, നോക്കണ്ട. മുണ്ടക്കയത്തെ അല്ല, പിന്നെ? മുണ്ടക്കലെ ഉത്സവം നടക്കുന്നത് ശേഖരനാ. ആണോ? അവിടെ നസീർ സംക്രാന്തിയുടെ ഡാൻസും ഉണ്ടെന്നാ കേട്ടെ. അപ്പോ ഇത്തവണ ഉത്സവത്തിന് നമുക്ക് പണി കുറഞ്ഞു. അതെന്താടോ? ഉത്സവം കുളമാക്കാനുള്ള സാധനം അവർ ഇറക്കിയിട്ടുണ്ട്. എന്തായാലും സമയം പോയത് അറിഞ്ഞില്ല. താനൊരു കാര്യം ചെയ്യുക, ആ ഇത് പണയപ്പണ്ടമായിട്ട് എടുത്തിട്ട് ഒന്നുകിൽ വാച്ച് അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് ഇങ്ങോട്ട് തരിക. തനിക്ക് എന്തിനാ ഇപ്പൊ കാശിന്റെ ആവശ്യം? ഇപ്പൊ പഴയതുപോലെ ക്ഷേത്രപതിനെയൊന്നും കൊണ്ടൊരു കാര്യമില്ല. ആ. അതുകൊണ്ട് ഞാൻ ട്രാക്ക് ഒന്ന് മാറ്റാന്ന് കരുതി നിൽക്കുക. എങ്ങനെ? ഞാൻ ഇനി പഴയ പെരുങ്കോടറേ അല്ല, പിന്നെ DJ പെരുങ്കോടറാ. DJ പെരുങ്കോടർ. Wanted this naivety was all you own. A stone got in you, but you were like, man, what you own? Now you're like, talk about Mande mukunda gare, jaya shaure, sandapahari murare. Dwapara chandrika charchitama ninde dwaraka pudiyavide. Peelittinakkavu pole kudal paattum ampadi paikkalum evide. നന്നായി